ബി ദിലീപ് കുമാർ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, ലേറ്റസ്റ്റായി വരുന്ന അപ്ഡേറ്റ്സ് എന്താണ്? അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ചില എക്സർസൈസ് നടന്നു ഇന്നലെയും, ഇന്നും ചില ഇടങ്ങളിലൊക്കെ ഷെല്ലാക്രമണത്തിൻ്റെ നീക്കങ്ങളുണ്ട് എന്ന് വാർത്തകൾ വരുന്നല്ലോ. പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ശക്തമായ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. കുപ്വാര, രജൌറി മേഖലകളിലാണ് ഈ ശക്തമായ ആക്രമണം നടക്കുന്നത്. ഒരു സ്ത്രീ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും വരുന്നുണ്ട്. അതിർത്തിയിലുടനീളം ജാഗ്രത പാലിക്കുകയാണ് സൈന്യം. സൈന്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശത്തുള്ള സംസ്ഥാനങ്ങളായ പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കശ്മീർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ അതീവ ജാഗ്രതയാണുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏതു പ്രകോപനത്തിനും അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിക്കില്ല, പക്ഷേ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ ശക്തമായി പ്രതിരോധിക്കും, തിരിച്ചടിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാർക്കോ റൂബിയോയെ അറിയിച്ചത്. തൊട്ടു പിന്നാലെ മാർക്കോ റൂബിയോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും ഫോണിൽ സംസാരിച്ചു. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് പാകിസ്ഥാൻ നിലവിൽ തയ്യാറല്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടാകുന്നു എന്ന നിലയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് സംസാരിച്ചത്. ഇത് ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തങ്ങളുടെ വിഷയമല്ല, നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയോടും പാകിസ്ഥാനോടും യുദ്ധം അവസാനിപ്പിക്കണം, സംഘർഷം അവസാനിപ്പിക്കണമെന്ന് തങ്ങളായിട്ട് പറയില്ല. അതിന് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൊക്കെ അത്തരം ചർച്ചകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്യാൻ കഴിയുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താനും ഈ വിഷയത്തിൽ പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ആണവ യുദ്ധത്തിലേക്കോ ഒരു അതിർത്തി യുദ്ധത്തിലേക്കോ ഇത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യാൻ കഴിയൂ. ആ നിലയിൽ രണ്ടു രാജ്യങ്ങളും പ്രവർത്തിക്കും എന്ന പ്രതീക്ഷയാണുള്ളതെന്നാണ് JD വാൻസ് പറഞ്ഞത്. അതായത് അമേരിക്ക ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. JD വാൻസ് ഇന്ത്യയിലുള്ളപ്പോഴാണ് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നേരിട്ടുള്ള സാക്ഷി അല്ലെങ്കിൽ പോലും ഇവിടെ ഈ രാജ്യത്തുണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു. അത് ഇന്ത്യയിലുണ്ടാക്കിയിട്ടുള്ള പ്രതിഫലനമൊക്കെ JD വാൻസിന് അറിയാം. ആ നിലയിൽ തന്നെ അദ്ദേഹം അത് ഉൾക്കൊണ്ടു എന്ന് വേണം ഈ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തെ കാണേണ്ടത്. SKN. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 9 മണിക്കായിരിക്കും. നേരത്തെ അറിയിച്ചിരുന്നത് 10 മണിക്ക് നടക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ 9 മണിക്കായിരിക്കുമെന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.